വളരെ മനോഹരമായ ഒരു പദ്ധതിയായ തൊഴിലുറപ്പിൻ്റെ വിവിധ വശങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി നാം 4 വീഡിയോ ചെയ്തു കഴിഞ്ഞു. 4 വീഡിയോ ഫീൽഡിൽ നടക്കുന്ന പഞ്ചായത്തുകളിലും അത് താഴെത്തട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തതെങ്കിൽ, സംസ്ഥാന അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ചില വിഷയങ്ങൾ വളരെ ഗൗരവമായിട്ടുണ്ട്. ഇത് മിഷൻ ഡയറക്ടറും മന്ത്രിയും അത് ബന്ധപ്പെട്ട എല്ലാവരും ഇരുന്ന് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്നാമത്തെ ആക്ഷേപം, തൊഴിലുറപ്പ് പദ്ധതിയുടെ മിഷനിൽ, അതായത് സംസ്ഥാന മിഷനിലോ ജില്ലാ മിഷനിൽ പ്രശ്നമില്ല എന്ന് പറയുന്നു. സംസ്ഥാന മിഷൻ എടുത്താൽ പ്രാക്ടിക്കലായി ഫീൽഡിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുടെ എണ്ണം അവിടെ കുറവാണ്. BDOമാരായിട്ട് വന്ന് 1-2 വർഷം BDOമാരായിട്ടൊക്കെ ഇരുന്നവർ പിന്നെ ADC ആയി അങ്ങനെ പിന്നെ ഗ്രാമവികസന വകുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഡെപ്യൂട്ടേഷൻ വരുന്നത്. അടിയന്തരമായി 8-10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പ്രവർത്തിച്ച് പണിയെടുത്തിട്ടുള്ള ഏറ്റവും മാതൃകാപരമായ പണിയെടുത്തിട്ടുള്ള BDOമാരിൽ ആരെയെങ്കിലും കൂടി അവിടെ പോസ്റ്റ് ചെയ്യണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഫീൽഡ് തലത്തിൽ നടക്കുന്നത് വളരെ വ്യത്യസ്തമായ വിഷയങ്ങളാണ്. 75% കേന്ദ്ര ഗവൺമെൻറ്റും 25% സംസ്ഥാന ഗവൺമെൻറ് വിട്ടുകൊണ്ടുള്ളൊരു വലിയൊരു പദ്ധതിയാണ്. ലക്ഷക്കണക്കിന് 10-40 ലക്ഷത്തിലധികം സ്ത്രീകൾ ജോലി ചെയ്യുന്നൊരു മേഖലയാണ്. ഇതിനവർ പിന്നെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. 30% ഇതിനകത്ത് സംബന്ധിച്ച് 40% വർക്ക് ഇതിനകത്ത് എന്തായിരിക്കണം, മെറ്റീരിയൽ വർക്കായിരിക്കണം, ആസ്തികൾ ഉണ്ടാക്കുന്നതായിരിക്കണം. ഇവിടെയാണ് ക്രക്സ്. ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് ഒന്ന് ഇടപെടണം. BJP പിന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരും ഇതിനകത്തൊരു പങ്കുണ്ട്. അപ്പം രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ഇടപെടേണ്ട വിഷയമാണ്. അതായത് 40% തുകയ്ക്ക് ആസ്തികൾ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ആസ്തികൾ ഉണ്ടാക്കണമെങ്കിൽ ജനങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് അല്ല ഉണ്ടാക്കുന്നത്. മറ്റേതാണെങ്കിൽ ഇപ്പോൾ 100 ദിവസം ജോലി എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞാൽ മേറ്റ് അതിൻ്റെ കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. ദേ ആർ ഹാപ്പി. അവർ ചിലപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പൈസ താമസിക്കുന്നതൊക്കെ അനുസരിച്ചുള്ളൊരു വ്യത്യാസം വരും. എന്തായാലും തൊഴിലുറപ്പുകാർ ഹാപ്പിയാണ്. ലേബർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോബ് കാർഡ് എടുക്കുക, മസ്റ്റർ റോളിൽ പേര് വരിക, ജോലി ചെയ്യുക, കൂലി കിട്ടുക, അവർ പൊക്കോടുക. മറ്റൊരു വിഭാഗമുണ്ട്, 40-40% തുകയ്ക്ക് മെറ്റീരിയൽ വർക്കുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആസ്തികൾ ഉണ്ടാക്കാനാണ്. കോഴിക്കോട് ഉണ്ടാക്കുക, കക്കൂസ് നിർമ്മിച്ചു കൊടുക്കുക, റോഡ് നിർമ്മിക്കുക, അതുപോലെ തന്നെ പിന്നെ കിണർ റീച്ച്, ഇങ്ങനെ ഒരു 40%. ഇതിൻ്റെ ഒരു പ്രശ്നം, ഇത് ആളുകൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ട് ജോലി ചെയ്തതിന് ശേഷം പിന്നെ ക്ലെയിം ചെയ്യണം. ഇതാണൊരു പ്രശ്നം. എന്നിട്ടേ കൊടുക്കുള്ളൂ. ക്ലെയിം ചെയ്യുമ്പോൾ താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ ഓവർസിയർമാർക്കും ചെറിയൊരു പണിയുണ്ട്. അവർ പാർട്ടി ബില്ല് എടുക്കത്തില്ല. ഇപ്പോൾ മാർച്ച് മാസത്തിൽ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർച്ച്, ഏപ്രിൽ, മെയ് 31 വരെയുള്ള ലാസ്റ്റ് ഡേറ്റ് വരെ ഉള്ളത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജൂൺ 1 അടുത്ത മുതൽ അതവിടെ പ്രോസസ്സ് ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഒരു 3 മാസത്തെ വർക്ക് ആകുമ്പോൾ ഒരു പാർട്ടി ബില്ല് കൊടുക്കാം. പക്ഷേ പാർട്ടി ബില്ല് എടുക്കുക എന്ന് പറയുന്നത് ഒരു അധ്വാനമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓവർസിയർമാരും എഞ്ചിനീയർമാരും പോയി പാർട്ടി ബില്ല് എടുക്കത്തില്ല. അവർ ഫുൾ ബില്ല് എടുക്കത്തുള്ളൂ. അപ്പോൾ പിന്നെ എന്ത് പറ്റും, ഒരു വർക്ക് തുടങ്ങിയാൽ ചിലപ്പോൾ 6 മാസം 7 മാസം കഴിഞ്ഞാൽ ബില്ല് എടുക്കും. അത്രയും ദിവസം ഈ തൊഴിലാളികൾ അല്ലെങ്കിൽ ആരാണോ ഈ ആസ്തി കിട്ടേണ്ടവർ അവർ കയ്യിൽ നിന്ന് പൈസ ഇടണം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, GST ബില്ലുണ്ടാക്കുക വേണം. അതൊരു വലിയ പ്രശ്നമാണ്. ആളുകൾ GST ബില്ലുണ്ടാക്കണം. ഇനിയുമുണ്ട് പ്രശ്നം. അതിൽ നിന്നൊക്കെ ഒഴിവാക്കി കൊടുക്കേണ്ടതാണ്. ഇതൊക്കെ തൊഴിലുറപ്പല്ലേ. ഈ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ എസ്റ്റിമേറ്റ് ആണ്. ഉദാഹരണം 4 ലക്ഷം രൂപ പിന്നെ SC കാർക്കും 5 ലക്ഷം രൂപ ST കാർക്കും എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ പിന്നെ ജനറൽ ആളുകൾക്കും പൈസ വെച്ചിട്ടുണ്ട്. ഇത് വച്ചിരിക്കുന്ന പൈസ വെച്ച് ഒരു ടിപ്പിക്കൽ പ്ലാനാണ്. ഇപ്പോൾ ഒരാളിന് 5 കോഴിയെ കൊടുക്കുന്ന, അല്ലെങ്കിൽ 5 ആടിനെ കൊടുക്കുന്ന ഒരു ആട്ടും കൂടെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 2 ആടിനുള്ള ഒരു ആട്ടും കൂടെ എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ കുറച്ച് പൈസ കാണാം. അവർ ലോൺ എടുത്തൊക്കെ ഒരു 5 ആട്ടും കൂടെ ആടുകളെ താമസിക്കുക, ഒരു ആട്ടും കൂടെ ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചാൽ അതിൻ്റെ എസ്റ്റിമേറ്റ് ആരെടുത്ത് കൊടുക്കും? അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ്, അപ്പോൾ ടിപ്പിക്കൽ എസ്റ്റിമേറ്റ് ആണ്. ഒരു ടെംപ്ലേറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ദോശ അടിക്കും പോലെ എല്ലാ പഞ്ചായത്തുകൾക്കും ഒന്നിച്ചടിക്കുകയാണ്. ഇതിൽ മാറ്റം വരുത്താൻ സംസ്ഥാന മിഷൻ ആലോചിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇത് പഞ്ചായത്തുകൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം, ഇങ്ങനെ ആസ്തി 40% ആസ്തി കൂട്ടിയില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ബഹളം ഉണ്ടാക്കും. അപ്പോൾ ബഹളം ഉണ്ടാക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ പഞ്ചായത്ത് സമിതിക്കാരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ കൂടി ഓവർസിയർമാർ, എഞ്ചിനീയർമാർ പുറത്ത് ബഹളം ഉണ്ടാക്കും. അവരുടനെ എന്ത് ചെയ്യും? അവരെ കയ്യിൽ നിന്നൊക്കെ പൈസ ഇട്ട് അവർ പ്രോഗ്രാം ചെയ്തിട്ട് കൊടുക്കും. ചിലയിടത്താണെങ്കിൽ ബിനാമികളെ വെച്ച് ചെയ്യും. കോൺട്രാക്ട്, അപ്പോൾ വലിയ കോൺട്രാക്ട് രാജൊക്കെ നടക്കുകയാണ്. വലിയ അഴിമതി നടക്കും. ഇതിന് സാധ്യതയുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? അവരെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് ചെയ്യും, അവരെ ലോൺ എടുത്ത് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും കോൺട്രാക്ടറെ വിളിച്ചുകൊണ്ടൊന്ന് ചെയ്യും. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് NGOs ആണ്. വളരെ ലീഡിംഗ് ആയിട്ടുള്ള NGOs ആണ്. കാശ് സ്വന്തമായി കൈനിർക്കാൻ കഴിയുന്ന NGOs ആണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ ഇത് നമുക്ക് പരീക്ഷിച്ചു കൂടാ? മറ്റ് പല വെസ്റ്റേൺ കട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ജലനിധി പ്രോഗ്രാമൊക്കെ NGOs ആണെങ്കിലും SO ആയിട്ടൊക്കെ ഉള്ളത്, ISO ആയിട്ടൊക്കെ ഉള്ളത്, ISA ആയിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് നമുക്ക് പരീക്ഷിച്ചു കൂടാ? ഞാനൊരു സംസ്ഥാന തലത്തിലേക്ക് ഒരു നിർദ്ദേശമാണ് വെക്കുന്നത്. ഈ വെൻഡർമാരുടെ വലിയ പരിപാടികൾ വരുന്നു. അതുപോലെ പാർട്ട് ടൈം ബില്ലുകൾ എടുക്കാനുള്ള സംവിധാനമുണ്ട്. ഇനിയും ചില അബദ്ധങ്ങളും കുസൃതിത്തരങ്ങളുമൊക്കെയാണ് നമ്മുടെ ഗവൺമെൻറ് കാണിക്കുന്നത്. മിഷനിൽ നിന്ന് 2020 ജനുവരിയിൽ ഒരു ഓർഡർ ഇറങ്ങി. ആ ഓർഡർ ഇറങ്ങിയപ്പോൾ ആ ഓർഡറിൽ പറഞ്ഞതനുസരിച്ച് ടെൻഡർ എല്ലാം കൂടി ബ്ലോക്ക് ലെവലിലേക്ക് കൊണ്ടുപോയി.
അപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തിൽ 7-8 പഞ്ചായത്ത് ഉണ്ടെങ്കിൽ എല്ലാം കൂടി ബ്ലോക്ക് ലെവലിലായി ടെൻഡറായി. അപ്പം ജോയിന്റ് BDO ആണ് ഇതിന്റെ തൊഴിലുറപ്പിന്റെ ഓഫീസർ. അപ്പോൾ അദ്ദേഹത്തിന് വലിയ ജോലിഭാരമായി. മാത്രമല്ല ഇത് ഈ ടെൻഡറിലേക്ക് പോകണം, 5 ലക്ഷത്തിൽ കൂടുതലായി കഴിഞ്ഞ് ഈ ടെൻഡറിലേക്ക് പോകണം. ഈ ടെൻഡറിലേക്ക് പോയാൽ വലിയ കമ്പനികളാണ് ഈ സാധനങ്ങൾ മെറ്റീരിയൽ കൊണ്ടു തരുന്നത്. അവരെവിടെ കൊണ്ടു തരത്തുള്ളൂ? ബ്ലോക്കിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ കൊണ്ടു. അപ്പോൾ ഗ്രാമപഞ്ചായത്തിലും സൈറ്റിലേക്കും പോകുന്നില്ല. ആ വലിയ പ്രശ്നം വന്നുകൊണ്ട് പഞ്ചായത്തുകാരൊക്കെ ബഹളം ഉണ്ടാക്കി ആ ഓർഡർ മരവിപ്പിച്ചു. ഓർഡർ ഇറക്കി ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ആളുകൾക്ക് പരിശീലനം നടത്തി. കിലയിൽ പരിശീലനം, SCRD പരിശീലനം, IMG പരിശീലനം, എല്ലാവരെയും പരിശീലിപ്പിക്കുന്നു. പുക ബഹളമായിരുന്നു. എന്താണ് കൺസോൾട്ടേറ്റ് ആയിട്ടുള്ള സിംഗിൾ ടെൻഡറിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വലിയ അഭിമാന പദ്ധതി വെച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ, മാസങ്ങൾക്കുള്ളിൽ പരിശീലനം എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ക്യാമ്പായിരുന്നു. എല്ലാവരും കൈയടിച്ച് ഫാക്കൽറ്റിയൊക്കെ ആയി പവർ പോയിന്റ് കണ്ട് വീട്ടിൽ ചെന്നപ്പോഴാണ് ഇത് ഗ്രഹപാഠം ചെയ്യാതെ ഇറക്കിയ ഒരു ഓർഡർ ആണെന്നും ഗവൺമെന്റിന് മനസ്സിലായി. പെട്ടെന്ന് ആ ഓർഡർ പിൻവലിച്ചു. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞ് തിരുത്താം. അത് പിൻവലിച്ചിട്ട് വീണ്ടും പഴയതുലാക്കാനുള്ള ഓർഡർ ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ഗ്രാമം എന്നൊരു പദ്ധതി ജനുവരിയിൽ ലോഞ്ച് ചെയ്തു. എന്താണ് ഈ നമ്മുടെ ഗ്രാമം? എന്തിനാണ് ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ഓരോ പ്രോഗ്രാമുകൾ അനൗൺസ് ചെയ്യുക, പദ്ധതികൾ അതിനകത്തുള്ള ഹോംവർക്ക് ചെയ്യാതിരിക്കുക, ഈ പദ്ധതികൾ താഴെ നടപ്പിലാക്കാതിരിക്കുക? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ കുറച്ച് PR വർക്കൊക്കെ ചെയ്ത് അതിൻ്റെ പോസ്റ്ററും ഡിസൈനൊക്കെ ചെയ്ത് വലിയ ഉദ്ഘാടനമൊക്കെ നടത്തി അതിൽ അഭിരമിച്ച് അങ്ങനെ നടക്കുന്ന ഒരു സംവിധാനമായി ഇത് മാറരുത്. നമ്മുടെ ഗ്രാമം പദ്ധതി എവിടെ? അടുത്തൊരു ചോദ്യമുണ്ട്. അത് ജനുവരിയിൽ അനൗൺസ് ചെയ്തതാണ്. ഇപ്പോൾ ജൂലൈ ആകുന്നു, അതും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ അടിമുടി ഈ സംവിധാനം പൊളിച്ചെഴുതണം. ഇത് പൊളിച്ചെഴുതുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ചിലതൊക്കെ മാറ്റം വരുത്തണം. രാജീവ് ചന്ദ്രശേഖരനെയും ഇതിനകത്ത് ബന്ധിപ്പിക്കണം. കാരണം അദ്ദേഹവും പല കാര്യങ്ങളും ചെയ്യാമെന്ന് പറയുന്ന ആളാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ എല്ലാവരെയും കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് വലിയൊരു സാധ്യത കിട്ടട്ടെ. തീർച്ചയായിട്ടും തൊഴിലുറപ്പ് അടിമുടി പൊളിച്ചെഴുതണം. PR വർക്കൊക്കെ അവിടെ നിൽക്കട്ടെ. ജനങ്ങൾക്ക് തൊഴിൽ നന്നായി കിട്ടട്ടെ.